ഹായ് ഗൈസ്, നമസ്കാരം. വിഷ്ണുവാണ്. അപ്പം ശ്യാമൻ ഞാനും കൂടെ ടെസ്റ്റിന് വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും പാസ്സായി. ഏകദേശം ഒരാഴ്ച നമ്മൾ ക്ലാസ്സിന് പോയായിരുന്നു. ആദ്യം നമുക്കൊരു ട്രയൽ അവർ നടത്തി. ട്രയൽ അവിടെ നടത്തിയപ്പോഴത്തേന് നമുക്ക് ഏകദേശം 3 മാർക്ക് 2 മാർക്ക് അങ്ങനെയൊക്കെ കിട്ടിയത്. അപ്പോൾ നമുക്ക് 4 മാർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ്സിന് പോയി. ഒരാഴ്ചത്തെ ഒരാഴ്ചത്തെ ക്ലാസ് കമ്പനിയാണ് നമുക്ക് തന്നത്. അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, എക്സ്പീരിയൻസ് എടുത്തിട്ട് വരാൻ പറയുമ്പോൾ എല്ലാവരും 1-2 പേര് എന്നോട് ഇൻബോക്സിൽ പറഞ്ഞു, ബ്രോ ഞങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് ഇവിടെ വന്ന് വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ശ്യാമും എന്നെപ്പോലെ തന്നെ നാട്ടിൽ ട്രെയിലറിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. ശ്യാമിന് എന്താണ് പറയുന്നതെന്ന് ശ്യാം എന്താണ് നിൻ്റെ അനുഭവം? എക്സ്പീരിയൻസ് എടുത്തിട്ട് നാട്ടിൽ നിന്ന് വരുന്നതാണോ, അതോ എക്സ്പീരിയൻസ് ഇല്ലാതെ വന്നിട്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്? നമ്മൾ ശരിക്കും ട്രക്ക് ഡ്രൈവറായിട്ട് യൂറോപ്പിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് നന്നായിട്ട് എക്സ്പീരിയൻസ് ആക്കിയിട്ട് വരുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഞങ്ങൾ ആദ്യം വന്ന കമ്പനിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ടെസ്റ്റോ കാര്യങ്ങളോ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് വേണം നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല എക്സ്പെൻസ് വരും. ഒരു ക്ലാസ്സിന് ഏറെക്കുറെ നമുക്ക് 80 യൂറോൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇവിടെ. നീ ഏകദേശം ഒരു 2 ക്ലാസ് ഇവിടെ ഏകദേശം 2 ക്ലാസ് എടുത്തു. അതുപോലെ തന്നെ ഞാൻ 2 ക്ലാസ് എടുത്തു. ഏകദേശം 80 യൂറോ ആയിരുന്നു നമുക്ക് അവിടെ ഒരു ക്ലാസ്സിന് വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 80 യൂറോ എന്ന് ഒരു യൂറോ ഏകദേശം 90 രൂപയാണ്. അപ്പോൾ 80 യൂറോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാറ് എത്ര ഇന്ത്യൻ മണിയാണ്. നമ്മൾ ഏകദേശം ഒരു 5-6 ലക്ഷം രൂപ മുടക്കുന്നുണ്ട് ഓൾറെഡി. അത് കൂടാതെ ഇവിടെ വന്നിട്ട് പിന്നെയും ക്ലാസ് എടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പെൻസ് വരുന്നതാണ്. അപ്പം എന്തുകൊണ്ടും നല്ലത് നാട്ടിൽ ഒരു എക്സ്പീരിയൻസ്, അതായത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കണമെന്നല്ല പറയുന്നത്, ഏതെങ്കിലും വണ്ടികളിൽ പോയി നിങ്ങൾ എക്സ്പീരിയൻസ് എടുക്കുക. ഇപ്പം നിങ്ങൾ കറവ് 24 എന്ന് പറയുന്ന കമ്പനിയിലാണ് ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു വെച്ചാൽ നമുക്ക് റോഡ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അല്ലാതെ പ്രാക്ടിക്കൽ വേറെ ടെസ്റ്റുകൾ. റോഡ് ടെസ്റ്റാണ് മെയിനായിട്ട്. അപ്പോൾ റോഡിൽ വണ്ടി കർവ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ നോക്കിയെടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഫെയിലാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടെസ്റ്റ് ആണ് ഇവർ നടത്തുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിലോട്ട് ആരെങ്കിലും വരാൻ നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു അറിവിലേക്ക് പറയുകയാണ്, നമ്മുടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, പേടിക്കാനൊന്നുമില്ല. 7 ദിവസം അവർ തരുന്ന ക്ലാസ് 7 ദിവസം തരുന്ന ക്ലാസ് നല്ല ഇതാണ്. ഞങ്ങൾക്ക് ക്ലാസ് നമുക്ക് അങ്ങനെയെന്ന് വെച്ചാൽ കമ്പനി പേ ചെയ്യും. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് സാലറി കട്ടിങ് ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് വരുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആക്കിയെടുക്കാൻ നമുക്ക് കുറേ പൈസ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് കുറേ പൈസ മുടക്കിയിട്ടാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ പുറത്ത് നമ്മൾ ചെറിയ പൈസയല്ല, നല്ല എമൗണ്ട് വരുന്നുണ്ട് ഏറെക്കുറെ. ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ 900 യൂറോൻ്റെ അടുത്ത് തന്നെ നമുക്ക് ട്രെയിനിങ്ങിന് തന്നെ എക്സ്പെൻസ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ വണ്ടി പോകാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ വണ്ടി പോയി നമ്മൾ മാക്സിമം അത് എക്സ്പീരിയൻസ് ആക്കി എടുക്കുക. ഈ ഒരു ജോലിക്കാണ് ഇവിടെ കയറി വരുന്നതെങ്കിൽ അതുകൊണ്ട് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ഈ ഒരു ട്രക്ക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിലർ ഫീൽഡ് എന്ന് പറയുമ്പോൾ ട്രക്കിനെക്കാട്ടിലും കുറച്ചുകൂടി ഡിഫറൻറ്റ് ഉണ്ട്. ഓടിക്കുന്നവർക്കൊക്കെ അറിയാം. ചിലർ വളരെ സിമ്പിളായിട്ടിടും. ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണെങ്കിലും പറയും ഇതൊന്നും ഇല്ല എന്ന്. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒരുപോലെ ആകത്തില്ല. ചിലപ്പോൾ ഒരു ക്ലാസ് കൊണ്ട് തന്നെ എല്ലാം ക്യാച്ച് ചെയ്തെടുക്കുന്നവർ കാണും. 10 ക്ലാസ്സിന് പോയിട്ടും ഇതാകാത്തവർ കാണും. കാരണം നമ്മളവിടെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണുമ്പോഴത്തേക്കും പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ട് വരുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം ഭാവിയിലേക്കാണെങ്കിലും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ, ഒരിക്കലും ദോഷമാകത്തില്ല. 6 മാസമോ 2 ദിവസമോ 3 ദിവസമോ എത്രയാണേലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുന്നതിന് ഉപരി നിങ്ങളൊരു വണ്ടിയിൽ ഉള്ള ആളുടെ കൂടെ പോയി വണ്ടി പഠിക്കുക. എവിടെ കൊണ്ടാണെങ്കിലും നിങ്ങൾ റിവേഴ്സ് ഇടാൻ പഠിക്കുക. പക്കായിട്ട് നിങ്ങൾ റിവേഴ്സ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയിൽ പോയാലും നിങ്ങൾക്ക് ഇവിടെ ചില കമ്പനികളിലൊക്കെ റിവേഴ്സ് മാത്രമേ ഉള്ളൂ ടെസ്റ്റ്. പക്കായിട്ട് നിങ്ങൾ റിവേഴ്സ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. കുറഞ്ഞത് ഒരു 1500, 2000, 2400 അങ്ങനെ പല ശമ്പളത്തിൽ നമുക്ക് ജോലി കിട്ടും. അത്യാവശ്യം ചെറിയ ലാംഗ്വേജും ഉണ്ടാവണം. പക്ഷേ നമുക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് 1 രൂപ പോലും ചിലവ് വരത്തില്ല ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിന് പോകേണ്ടി വരും, ടെസ്റ്റ് കയ്യിൽ നിന്ന് കാശ് മുടക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഈ പറയുന്നത്. വരാൻ നിൽക്കുന്നവർക്ക് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏജൻസിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ പറയും ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്. ഫ്രഷേഴ്സ് കുഴപ്പമില്ല. ഫ്രഷേഴ്സ് എടുത്ത് കഴിയുമ്പം ഇവിടെ എങ്ങനെയാണെന്ന് കൂടെ നിങ്ങൾ ചിന്തിക്കുക. എപ്പോഴും ഏജൻസിക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് ഏജൻസിക്കാരോട് ചോദിക്കുക ഏത് കമ്പനിയാണെന്ന്. ആ കമ്പനി ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ നിലവിൽ ലിത്വാനിയയിലാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്ത് സംശയം വേണേലും എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വിങ്സ് കപ്പിൾസ് എന്ന് തന്നെയാണ്. നിങ്ങൾ ഏത് കമ്പനിയാണ് വരാനിരിക്കുന്നത് നോക്കിയിട്ട് ആ ഒരു കമ്പനിയിലുള്ള ഒരാളെ നിങ്ങളായിട്ട് കണ്ടുപിടിച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുക. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ അനുഭവിച്ചത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഏത് കമ്പനിയാണെന്ന് നോക്കുക, അവിടുത്തെ ടെസ്റ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക, നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് വരിക. അതുപോലെ തന്നെ ഏജൻസിക്കാർക്ക് പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പൈസ കൊടുക്കാൻ ശ്രമിക്കുക. ഇവിടെ പല രീതിയിൽ അനുഭവങ്ങൾ ഉള്ളവരുണ്ട്. ചിലർക്ക്
എക്സാമ്പിൾ പറയാൻ ചിലർ ആൾക്കാരാരാണെന്ന് ഏജൻസി ഏതാണെന്ന് പറയുന്നില്ല. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ഒരാളാണ്, പുള്ളിയുടെ വിസ തീരാനായിട്ട് ഇനി 3 ദിവസം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അതിനു മുമ്പ് TRCക്ക് കമ്പനി ഡേറ്റ് എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി ഈ ടെസ്റ്റ് പാസ്സാവണം. ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ പുള്ളിക്ക് TRC അതായത് ഇവിടുത്തെ പെർമിറ്റിന് റെസിഡൻസ് പെർമിറ്റിന് കമ്പനി ഡേറ്റ് എടുത്ത് കൊടുക്കണമെങ്കിൽ ടെസ്റ്റ് പാസ്സാവണം. പുള്ളി ഏകദേശം 1 മാസമായിട്ട് ഇവിടെ കിടന്ന് ടെസ്റ്റ് അടിക്കുക, ട്രയൽ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കമ്പനി വിസ പുതുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വിസ പുതുക്കി വിസയിൽ തന്നെ നിന്നിട്ട് ടെസ്റ്റ് പാസ്സാവുക, പാസ്സായി കഴിഞ്ഞിട്ട് ഡേറ്റ് എടുത്ത് തരാമെന്ന് പറയാം. അപ്പം അങ്ങനെ ഓരോ അനുഭവങ്ങളുള്ളവരുണ്ട്. അപ്പം വരുന്നവർക്ക് ആ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ഓടിക്കും, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുള്ളവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവിടെ കാറ് മാത്രം എക്സ്പീരിയൻസിൽ വന്നിട്ട് ഇവിടെ ട്രക്ക് ഓടിക്കാൻ ഒരുപാട് പേരുണ്ട്. ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ വന്നിട്ട് കയറുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് കാണണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 വണ്ടിയുടെ ഇടയ്ക്ക് നമ്മൾ കൊണ്ടിടാനായിട്ട് അവിടെ കൊണ്ടിടാൻ പറഞ്ഞാൽ അവിടെ കൊണ്ടിടാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതാകത്തുള്ളൂ. ഞങ്ങളുടെ കൂടെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, വണ്ടി ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. അവരൊക്കെ ഇടുമ്പോൾ ഞാനൊക്കെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്. വീഡിയോ ഗെയിം വരെ കളിച്ചിട്ടുണ്ട് ഞാൻ, സിമുലേറ്റർ ഗെയിം വരെ പാർക്കിങ്ങിന് കളിച്ച് അങ്ങനെയൊക്കെയാണ്. പക്ഷേ എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയ ആ ഒരു നിമിഷം തൊട്ട് എനിക്കൊരു പേടിയില്ല. ഞാൻ എവിടെ പറഞ്ഞാലും വളരെ സിമ്പിളായിട്ട് വണ്ടി കൊണ്ടിടും. അതായത് നമ്മുടെ ഒരു കോൺഫിഡൻ്റ് ആണത്, നമുക്ക് ഇടാമെന്നുള്ളത്. നമുക്ക് അഹങ്കാരമല്ല, അതൊരു കോൺഫിഡൻസ് ആണ്. ചില നമ്മുടെ അതായത് നമുക്ക് പരിചയമുള്ള ഡ്രൈവർമാരൊക്കെ പോകുമ്പോൾ പറയും ചിലയിടത്തൊക്കെ വണ്ടി കൊണ്ടിടണമെങ്കിൽ റിവേഴ്സ് പഠിച്ചേ പറ്റൂ, ട്രെയിനിങ്ങിൻ്റെ ഒന്നുമല്ല, നമ്മൾ പെട്ടുപോകുന്നു. കാരണം അതുപോലുള്ള രീതിയിലൊക്കെ നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം നമ്മളത് ചെയ്യുമെന്ന്. അതിനാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാം ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഒരു അടിപൊളി സ്ഥലം.